വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ വേദയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. എന്താണ്? വേദ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്താണ് സർപ്രൈസ് എന്ന്. പക്ഷെ എന്നോട് കുറേ ദിവസമായിട്ട് വേദ ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഗസ് ചെയ്യാമോ? പറയട്ടെ ഞാൻ. വേദയുടെ ഫ്രണ്ട്സിന് വേദയ്ക്ക് ഇങ്ങനെ ഒരു ഡിന്നറോ ഒരു ലഞ്ചോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കുറേ ദിവസമായിട്ട് എന്നോട് പറയാണ്, അമ്മ പ്ലീസ് അമ്മ എന്തെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിളിച്ച് കൊടുക്കാൻ നമുക്ക് ഇഷ്ടമാണ്. ഇപ്പം തൽക്കാലം ദിയ, തേനു, അമ്മു അവരെയൊക്കെ വിളിച്ചിട്ട് ഒരു ഫുഡ് കൊടുക്കാമെന്ന് വിളിച്ചൊരു ഡിന്നർ സെറ്റ് ചെയ്യാം. ഫുഡ് കൊടുക്കാന്നുണ്ട്, സോറി, വിളിച്ച് ഡിന്നർ സെറ്റ് ചെയ്യാമെന്നാണ് പ്ലാൻ. ഇങ്ങനെയുണ്ട്. ഇത്ര ദിവസം കൊണ്ട് പറയുന്നു. മിക്കവാറൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് മെയിൻലി സമയം കിട്ടുന്നില്ല. കുക്ക് ചെയ്യുന്ന പാടൊക്കെ കരുതി ഞാനങ്ങ് മടിക്കും കേട്ടോ. ഇതിപ്പോൾ വേറെ കുറേ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച എന്തോ ദിയയുടെ വീട്ടിലായിരുന്നു അവർക്ക് പാർട്ടി. അപ്പം അന്ന് മുതൽ ബഹളം. പക്ഷെ ദിയയുടെ അവിടെ ഉണ്ടാക്കിയ പോലെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കില്ല. ഭയങ്കര സിമ്പിളായിട്ട്. എനിക്ക് വയ്യടാ സത്യം, എനിക്ക് സമയം കിട്ടുന്നില്ല. പല പല തിരക്കുകളുമായിട്ട് ഞാനിങ്ങനെ ബിസിയാണ്. ആ തിരക്കുകൾ എന്താണെന്ന് ഞാൻ ഉടനെ തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ തിരക്കിനിടയിൽ വേദ കുറേ ദിവസം കൊണ്ട് വേദ ഒരു ആഗ്രഹം പറയുന്നത് കൊണ്ട് വേദയ്ക്ക് നമുക്ക് സാധിച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ നാളെ ഈവനിങ് ആണ് ഞാൻ ഡിന്നർ കൊടുക്കുന്നത്. നമുക്ക് ഒരുമിച്ച് തന്നെ വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഒരു ചിക്കൻ കറിയും ഒരു പായസവും പിന്നെ ചപ്പാത്തിയും. ഫ്രഞ്ച് ഫ്രൈസ് ഒന്നുമില്ല, ചപ്പാത്തിയും. ഇത്ര മാത്രമേ ഉള്ളൂ. ചപ്പാത്തിയും ചിക്കൻ കറിയും പായസവും ഫ്രഞ്ച് ഫ്രൈസും. ഇതാണ് എൻ്റെ ഐഡിയ. ചപ്പാത്തി ആകുമ്പോൾ പാക്കറ്റ് ചപ്പാത്തി വാങ്ങി ചുട്ടെടുക്കാം എന്നാണ് ഒരു ഐഡിയ. അല്ലെങ്കിൽ പൊറോട്ടയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാം. എന്തെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഒരു കുഞ്ഞ് ഷോപ്പിങ്ങിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് വേദയ്ക്ക് ട്യൂഷൻ ഉണ്ട് കേട്ടോ. വേദ ട്യൂഷന് വിട്ട ശേഷം പോയി ഷോപ്പിങ്ങും കഴിഞ്ഞ് നാളെ നമുക്ക് ഡിന്നർ ഉണ്ടാക്കി വേദയും വേദയുടെ കൂട്ടുകാരും കഴിക്കുന്ന വീഡിയോയും കൂടെ കാണിച്ച ശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോ. വേദയെ ട്യൂഷന് വിട്ടേ. ഇനി നമ്മൾ തൊട്ടടുത്തുള്ള ഒരു മാർജിൻ ഫ്രീ ഷോപ്പിൽ കയറി നാളത്തേക്ക് വേണ്ട സാധനങ്ങളും ചിക്കൻ വാങ്ങിക്കണം കേട്ടോ. ചിക്കനും കൂടി വാങ്ങിച്ചിട്ട് പോവാം. ചിക്കൻ ഇന്ന് വാങ്ങി ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാൻ എനിക്ക് നാളെ സമയം കിട്ടില്ല. അതുകൊണ്ട് നാളെ വേദയ്ക്ക് ഡാൻസ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് ചിക്കൻ വാങ്ങി ക്ലീൻ ചെയ്ത് വെച്ച് നാളത്തേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങി സെറ്റാക്കി വെക്കാം. റോഡ് ക്രോസ് ചെയ്യാനാണ് പണി. കയറാം. വേദ ഇവിടെ അടുത്ത് ട്യൂഷൻ ആക്കിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഡിന്നർ എന്ന് പറയുമ്പോൾ തേനു, അമ്മു, ദിയ, വേദ, പിന്നെ ഗൗതം ഉണ്ടാവും. പിള്ളേരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് കുക്ക് ചെയ്യണ്ടേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് തിരക്ക് കാരണം അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ കുക്ക് ചെയ്യാൻ ഈസി ഏതാണോ അത് എടുക്കാം, വാങ്ങാം എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ അല്ലാത്ത കുറച്ച് അല്ലറ ചില്ലറ ഷോപ്പിങ്സ്. എൻ്റെ മനസ്സിൽ രണ്ടുണ്ട് ഐഡിയ. ഓപ്ഷൻ 1 ചപ്പാത്തി, പിന്നെ ഓപ്ഷൻ 2 നമ്മുടെ ഇടിയപ്പം ഇല്ലേ, 1 മിനിറ്റ് ഇടിയപ്പം. ഞാൻ ഒരിക്കൽ വാങ്ങി. നമ്മുടെ കാഞ്ചന എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കേട്ടോ വാങ്ങിയത്. എല്ലാ മാർജിൻ ഫ്രീയിലൊക്കെ അവരുടെ ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ചപ്പാത്തിയെക്കാട്ടി എനിക്ക് തോന്നുന്നു ചപ്പാത്തിയിൽ മറ്റേ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതുന്നു ആ ഇടിയപ്പം ഉണ്ടെങ്കിൽ നമുക്ക് അത് വാങ്ങാം കേട്ടോ. നോക്കട്ടെ, അതാകുമ്പോൾ പിള്ളേർക്കും കൊടുക്കാമല്ലോ, കുറച്ച് ഹെൽത്തി ആയിട്ട്. അതായിട്ട് അവിടെ ഉണ്ട്. കാഞ്ചനയുടെ എങ്ങനെ ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു പ്രാവശ്യം വാങ്ങി കേട്ടോ. വാങ്ങി ഒറ്റ മുറ്റത്തെ പരിപാടിയേ ഉള്ളൂ. അത്യാവശ്യം പിള്ളേർക്കെല്ലാം കൊടുക്കുന്നതായതുകൊണ്ട് ഇടിയപ്പത്തിനെക്കാട്ടിയൊക്കെ ചപ്പാത്തിയെക്കാട്ടിയൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഇടിയപ്പം എന്ന് പറയുമ്പോൾ. ഹെൽത്ത് വൈസ് നമ്മുടെ ചപ്പാത്തിയിൽ എന്തെല്ലാം കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നമുക്കെടുത്താലോ. അവരുടെ തന്നെ പായസം മിക്സും ഉണ്ട് കേട്ടോ. അടപ്രഥമൻ മിക്സും ഉണ്ട്, വെർമസലി പായസം മിക്സും ഉണ്ട്, പിന്നെ ഇവരുടെ തന്നെ സദ്യ പാലട പായസം മിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടിയപ്പം നമുക്കൊരു 2-3 പാക്കറ്റ് എടുക്കാം. ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും കേട്ടോ. 1 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ടിങ്ങനെ എടുത്താൽ ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല എന്താ പറയുക, നൈസായിട്ടുള്ള നല്ല കിട്ടില ഇടിയപ്പം കിട്ടും. എന്തായാലും ഇത് മതി. ചപ്പാത്തി വേണ്ട, ചപ്പാത്തി ക്യാൻസൽ. പിള്ളേർക്കൊക്കെ ഇടിയപ്പം ഇഷ്ടമാണ്. വേദയ്ക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം വലിയ താല്പര്യമില്ല. എങ്കിലും ഇതൊക്കെ ഞാൻ അവൾക്ക് കൊടുക്കും കേട്ടോ. ഇതും ഇനി പായസം കിട്ടും. ഞാനൊരു ട്രോളി നോക്കട്ടെ, ട്രോളിയിലിടാം. എല്ലാം കൂടി എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പിന്നെ അവരുടെ പായസം വെർമസലി പായസം മിക്സ് എടുക്കാം.
പിന്നെ അടപ്രഥമൻ. ഇവരുടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 ദിവസമാകും കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വച്ചിട്ടുണ്ടായിരുന്ന പായസം തരണ ചേട്ടാ. പായസം നമ്മുടെ കാഞ്ചനയുടെ ആയിരുന്നു. പാലട മിക്സ് നല്ലതായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ പാലട മിക്സ് നമുക്ക് എടുക്കാവേ. പായസവും ഇവരുടെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ലതാണ്. അപ്പോൾ പിന്നെ അവരുടെ ഒരു ബൊമ്മസലിയും ഒരു പാലടയും എടുത്തിട്ടേക്കാം. പാലട മാത്രമേ വയ്ക്കത്തുള്ളൂ, കാരണം പിള്ളേർ സെറ്റിനെല്ലാം പാലട പായസമാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് പാലട പായസവും ബോളിയും വയ്ക്കാം കേട്ടോ. അപ്പോൾ ഡിന്നറിനുള്ള ഇടിയപ്പമായി, പായസമായി. ഇനി ചിക്കൻ. പിന്നെ ചിക്കൻ ഇടാൻ ഞാൻ ചിക്കൻ എല്ലാം കൂടി ഒരു കുക്കർ ചിക്കനാണ് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ മസാല മാത്രം മതി, വേറെ ഒന്നും വേണ്ട. വീട്ടിൽ കുറച്ച് ചിക്കൻ മസാല ഇരിപ്പുണ്ടല്ലോ, വേണ്ട. അപ്പോൾ സവോള ഉണ്ട്, ടൊമാറ്റോ കുറച്ച് വാങ്ങിക്കണം. വേറെ ഒന്നുമില്ല, ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വേദ എന്നോട് ഫ്രൈസ് കൂടി ഉണ്ടാക്കാൻ പറഞ്ഞു. ഫ്രൈസ് കൂടെ വാങ്ങിക്കാം അല്ലേ? ഫ്രൈസ് കൂടെ വാങ്ങിക്കാം. അപ്പം ഇത്രയും മതി നമുക്ക്. മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അവിടെ പിന്നെ ഭയങ്കര ബിൽഡിങ്ങിൻ്റെ അവിടെയൊക്കെ തിരക്കും കാര്യങ്ങളും, പിന്നെ എടുത്തില്ല വീഡിയോ. ഇനി കുറച്ച് സവോളയും നാരങ്ങയൊക്കെ വാങ്ങാമെന്ന് കരുതി. നാരങ്ങ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കണ്ടേ കേട്ടോ. വീട്ടിൽ നാരങ്ങ നല്ല കച്ചവടമുണ്ട്, കച്ചവടമല്ല ചിലവുണ്ട്. അതുകൊണ്ട് പിന്നെ നാരങ്ങ 3 കിലോ 100 രൂപ, 1.5 കിലോ 50. ഇത് 1.5 കിലോ ചേട്ടാ, നല്ലത് തന്നെ. നാരങ്ങ ചിലവുണ്ട്. പിഴിഞ്ഞ് ജ്യൂസ് എടുത്ത് വയ്ക്കാം. ഈ പച്ച മാറ്റിയിട്ട് പഴുത്ത നോക്കി തരാൻ. ഇതാണ്ട് ഇത് കഴിക്ക കണ്ട. എല്ലാം അഴുക്കെങ്കിൽ ഞാൻ ഈ കൊണ്ടുപോയി. ഈ നാരങ്ങത്തോട് കൊണ്ട് ഉപയോഗമുണ്ട്, എന്താണെന്ന് അറിയാമോ? നമ്മളെ വിളക്കൊക്കെ തേച്ചാൽ നല്ല വൃത്തിക്കിരിക്കും കേട്ടോ. കുറേ ഉള്ളതുകൊണ്ട് നന്നായിട്ട് തേക്കാനും പറ്റും. ഈ സവോള കൂടെ വാങ്ങിച്ചിട്ട് പോവാം. ഇനി സവോള, ഇത് മാങ്ങ വേണ്ട, നല്ല പാവയ്ക്കിരിക്കുന്നു. വീട്ടിൽ ചോറ് വെച്ചിട്ട് ദിവസങ്ങളാണ്. സവോള മാത്രം മതി, 1 കിലോ അങ്ങനെ മതി. വെളുത്തുള്ളി ഉണ്ടാകും കേട്ടോ. 3 കിലോ 100 രൂപ. 1 കിലോ മതി, 1 കിലോ മതി. 50 രൂപയ്ക്ക് എത്ര? 3 കിലോ 100 രൂപയാണല്ലേ? ഞാൻ 1 കിലോ 100 രൂപ എന്നാണ് കഴിച്ചത്. കണക്കിന് വീക്കാണ് മക്കളെ. ആണ്ട് അഴുക്ക. വെളുത്തുള്ളി ഇല്ലല്ലേ? ഇഞ്ചി അങ്ങനെ ഇഞ്ചി കരിയ എത്ര ഉണ്ട്? അത് എത്ര? 10? അത് മതി. വീട്ടിൽ ഇഞ്ചിയുണ്ട്. നമ്മുടെ കുണ്ടമൻ കടവ് പാലത്തിന്റെ സൈഡ് കേട്ടോ. വഴിയോര കച്ചവടക്കാരും ഒക്കെ ആയിട്ട് വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ ഉള്ളതാണ്. വെളുത്തുള്ളിയുടെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇഞ്ചി വീട്ടിൽ കുറച്ച് കിടക്കണം, അതിനെ കുറച്ച് വാങ്ങിച്ചു. ചിക്കൻ കൂടെ വാങ്ങിച്ചിട്ട് പോവാം. വെളുത്തുള്ളി വാങ്ങിയില്ല ഗൈസ്, വെളുത്തുള്ളി വാങ്ങണം. വേറെ ഫ്രൈസിന് പറഞ്ഞു, ഫ്രൈസ് വാങ്ങിയില്ല. മതി ചിക്കൻ റെഡി. സാധനങ്ങൾ എല്ലാം വാങ്ങി. വേദയ്ക്ക് ഫ്രൈസ് വാങ്ങിച്ചില്ല, ടൊമാറ്റോ, പിന്നെ എന്തോന്ന്, വെളുത്തുള്ളിയും കൂടെ വാങ്ങണം. ഒരു മിൻറ്റ് ചിക്കൻ കറി വെച്ചാലോ എന്നൊരു ആഗ്രഹമുണ്ട്. ഞാനേ സാധനം വാങ്ങാൻ പോയപ്പോൾ കവറ് കൊണ്ട് പോവാതെയാണ് പോയത് കേട്ടോ. അപ്പോൾ പിന്നെ എന്നതാ നമ്മുടെ ഇടിയപ്പവും പായസവും ഒക്കെ കുറച്ച് കൂടുതൽ വാങ്ങി. ഇത് കാർ അപ്പുറ സൈഡിലാണ് കിടന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടി എങ്ങനെ ഞാൻ കൊണ്ടുപോകും? പിന്നെ എന്തോന്ന് ചെയ്തു, അവരൊരു ബോക്സ് തന്നു കേട്ടോ. കാഞ്ചനയുടെ തന്നെ ഒരു ബോക്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാഞ്ചനയുടെ പായസവും കാഞ്ചനയുടെ ഇടിയപ്പമൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ ഇന്ന് നാളെ കുട്ടികൾക്ക് ഡിന്നർ സെറ്റ് ചെയ്യുന്നത്. നാരങ്ങ, ചിക്കൻ,
സവോള. പണ്ട് ഈ കാറിലേട്ടൻ ചിക്കനോ മീനോ കയറ്റില്ലായിരുന്നു കേട്ടോ, ഇപ്പം എല്ലാം കയറ്റും. ഞാൻ കയറിയതിന് ശേഷം കാറ് വേസ്റ്റ് ബിന്നായെന്ന്, അതുകൊണ്ട് ഇപ്പോൾ എല്ലാം കയറ്റും. അപ്പോൾ ഇനി ഞാൻ വേദയെ വിളിക്കാൻ സമയമായി. വേദയെ വിളിക്കാൻ പോവാണ്. വേദയ്ക്ക് ഫ്രൈസും വെളുത്തുള്ളിയും തക്കാളിയും വാങ്ങിച്ചില്ല. വേദയും കൊണ്ട് നമുക്ക് അതുകൂടെ വാങ്ങിക്കാം. വാങ്ങിച്ച ശേഷം നാളെ കുക്കിംഗ്. വേദയെ ട്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോഴേക്കും പെൻഡിങ് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം വാങ്ങി കേട്ടോ. വെളുത്തുള്ളിയെല്ലാം ആദ്യം ഫ്രൈസാണ് ഇവിടെ കയറി വാങ്ങിയത്. ഇവിടെ കയറിയിട്ടും വെളുത്തുള്ളി വാങ്ങാനായിട്ട് ഞാൻ വീണ്ടും മറന്നു കേട്ടോ. പിന്നെ വേറൊരു കടയിൽ കയറിയിട്ടാണ് വെളുത്തുള്ളിയും തക്കാളിയൊക്കെ വാങ്ങിയത്. ഇവിടെ നിന്ന് വേദയ്ക്ക് സ്പ്രൈറ്റും വാങ്ങി, ഫ്രൈസും വാങ്ങി, വേറൊന്നും വാങ്ങിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എല്ലാം കൂടി വാങ്ങാനാണ് കയറിയത്. എന്ത് ആലോചിച്ചുകൊണ്ട് നടക്കണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഫ്രൈസും വാങ്ങി സ്പ്രൈറ്റും വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് പോയപ്പോഴാണ് വീണ്ടും നമ്മൾ സവോളയൊക്കെ വാങ്ങിയില്ലേ, അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്, അയ്യോ വെളുത്തുള്ളിയും തക്കാളിയും വാങ്ങിയില്ലല്ലോ എന്ന്. പിന്നെ വേറൊരു കടയിൽ കയറി വെളുത്തുള്ളിയും തക്കാളിയും, പിന്നെ നാളത്തേക്ക് വേണ്ടിയിട്ട് ഒരു കവർ ദോശമാവൊക്കെ വാങ്ങി കേട്ടോ. ദോശമാവ് ഞാൻ അങ്ങനെ അധികം വാങ്ങാറില്ല, കൂടുതലും വീട്ടിൽ അരയ്ക്കാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അരച്ചിട്ട്, അപ്പോൾ നാളെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ എങ്കിൽ പിന്നെ ദോശമാവ് വാങ്ങാം. കുറേ ദിവസമായി ദോശ ചുട്ടിട്ട്, അപ്പോൾ പിന്നെ ദോശമാവ് വാങ്ങാമെന്ന് പറഞ്ഞ് അവിടെ കയറി ദോശമാവൊക്കെ വാങ്ങി കേട്ടോ. വേദയ്ക്കാണെങ്കിൽ ആ മാർജിൻ ഫ്രീ കയറിയപ്പോൾ അവൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം വാങ്ങണം. ഞാനങ്ങനെ വഴക്കെല്ലാം പറഞ്ഞു കേട്ടോ. ഇവളെ കൊണ്ട് എവിടെ കയറിയാലും ഇതാണ് പണി. നമുക്ക് എല്ലാം അവിടെ കാണുന്നതെല്ലാം വാങ്ങേണ്ടി വരും. അതുകൊണ്ട് അധികം കൊണ്ടുപോകാതിരിക്കാറാണ് പതിവ്. പക്ഷേ എങ്കിലും കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ കൊണ്ടുപോകേണ്ടി വരും. കൊണ്ടുപോയാൽ പിന്നെ മാർക്കറ്റ് ഫുള്ള് വാങ്ങണമെന്നാണ് അവളുടെ ഒരു ആഗ്രഹം. പക്ഷെ ഞാനതിന് സമ്മതിക്കില്ല കേട്ടോ. മാർക്കറ്റില്ല, ഇതുപോലുള്ള മാർജിൻ ഫ്രീയോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഇവിടെ കയറിയിട്ട് ഇപ്പോൾ അവൾക്ക് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ അങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും വേണമെന്നൊന്നുമില്ല. ഈ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ സാധനങ്ങളുണ്ടെങ്കിൽ അതെടുക്കാം, ഇതെടുക്കാം. പിന്നെ നാളെ ഫ്രണ്ട്സിന് ഡിന്നർ കൊടുക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് ലെയ്സ് വാങ്ങണം, ലെയ്സ് മിക്സ്ചർ ഉണ്ടാക്കണം, അത് വാങ്ങണം, ഇത് വാങ്ങണം. കഴിഞ്ഞ ദിവസം ദിയയുടെ വീട്ടിൽ പാർട്ടിക്ക് അതുണ്ടായിരുന്നു, അതുകൊണ്ട് എല്ലാം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്നും വാങ്ങിക്കൊടുത്തില്ല. എന്നിട്ട് നേരെ നമ്മൾ വീട്ടിൽ പോയി അടുത്ത ദിവസം. ഇതിപ്പോൾ കാഞ്ചനയുടെ പരസ്യം പോലെ ഉണ്ടല്ലേ, ഇതെന്താ സംഭവം എന്നറിയോ? ഇത്രയും പാക്കറ്റ് സാധനം ഞാൻ വാങ്ങിച്ചു. അപ്പോൾ പിന്നെ എന്തായാലും ഇതെല്ലാം ഉപയോഗിക്കാറുള്ളത്, പായസം ഉപയോഗിക്കാനുള്ളതല്ല, ഇടിയപ്പത്തിൻ്റെത് ഫുള്ള് ഞാൻ ഉപയോഗിക്കും. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാൻ കരുതി ഒരു ഭംഗിക്ക് ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ല, ചിലർ പെയ്ഡ് പ്രൊമോഷനൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യൂലേ, അതുപോലെ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ വേദയ്ക്ക് സ്പ്രൈറ്റും സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ വേദയുടെ ഫ്രണ്ട്സിന് ഡിന്നർ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുക്കിംഗ് തുടങ്ങാം. ഈവനിങ് ആണ് നമ്മൾ പിള്ളേർക്ക് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പക്ഷേ ചിക്കനൊക്കെ വെച്ചു കേട്ടോ. ചിക്കനും വെച്ചു, ഫ്രൈഡ് റൈസും വെച്ചു. എല്ലാം കൂടി നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ നിന്നാൽ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് പായസവും ഇടിയപ്പത്തിൻ്റെ ഒന്ന് കാണിക്കാൻ കരുതി. കാരണം ജസ്റ്റ് 1 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കിടിലം ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാം. കാരണം നമുക്കിപ്പോൾ രാവിലെ ഞാൻ ഇതിൻ്റെ ഒരു ഫാൻ കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, എന്തുണ്ടാക്കും, അല്ലെങ്കിൽ ഉറക്കം എണീക്കാൻ താമസിച്ച് പിള്ളേരെ സ്കൂളിൽ വിടുന്ന ദിവസം എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊരു സാധനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുക്കുക, ചൂടുവെള്ളത്തിൽ 1 മിനിറ്റ് കൊണ്ട് ഇടുക, പെട്ടെന്ന് ഇങ്ങനെ എടുക്കുക, ഇടിയപ്പം റെഡി. അപ്പോൾ അതുകൊണ്ട് ഇതെനിക്കിപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരു കിച്ചണിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ അതെന്തായാലും ഉണ്ടാക്കുന്നത് കാണിക്കാൻ തരി. ഒപ്പം നമ്മൾ പായസം ഉണ്ടാക്കുന്നതും കാണിക്കാൻ തരി. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങിയത് ഈ ഇടിയപ്പത്തിൻ്റെതും പിന്നെ വെർമസലി പായസം വാങ്ങിച്ചിട്ട്. ഇവിടെ പായസം കിറ്റ് നന്നായിട്ട് ചിലവാകും, അതുകൊണ്ട് അതും പിന്നെ അടയുമാണ്. സദ്യ പാലട മിക്സ്, കീർ മിക്സ്. ഇതിലേത് പായസം വേണം നിങ്ങൾക്ക്? പാലട ഖീർ മിക്സ്. അത് മതി എന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞില്ല, വീടിക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് എല്ലാം കൂടി എടുത്തിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തത്. ഞാൻ വേറെ ഇവിടെ അടിയായിരുന്നു കേട്ടോ ഡെക്കറേഷൻ ചെയ്യുന്ന സമയത്ത്. അവൾ വെച്ച രീതിയിലൊക്കെ വയ്ക്കാൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം ഞാൻ ഇതൊരു പാക്കറ്റ് വെക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിവിടെ ചിലവുള്ളത് കൊണ്ട് ഇതെല്ലാം നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇതൊന്നും വേണ്ട, ഒരു പാക്കറ്റ് മതിയാവും. എല്ലാവർക്കും കൂടി അല്ലേ, മതിയാവും. കുറച്ചേ എല്ലാവരും കഴിക്കത്തുള്ളൂ. ചിക്കനും ഇടിയപ്പവും ഫ്രൈഡ് റൈസും ഉണ്ടാക്കി കേട്ടോ ഞാൻ വേറെ ഒരിതായിട്ട്. ഇടിയപ്പം ഇടുന്നു കേട്ടോ, അതെന്തായാലും നമ്മൾ ഉണ്ടാക്കുകയല്ലേ. ഇങ്ങോട്ട് നമ്മൾ ഈ ഒരൊറ്റ പാലട പായസം മിക്സ് വയ്ക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതുണ്ടാക്കാൻ നിങ്ങളാരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും ചുമ്മാ ഒന്ന് കാണിച്ചേക്കാന്ന് കരുതി, നമ്മുടെ വീഡിയോക്ക് ഒരു ഇമ്പ്രഷന് വേണ്ടിയിട്ട് കാണിക്കാമെന്ന് കരുതി. പാലട മിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. 1 ലിറ്റർ പാലിലാണ് നമ്മൾ ആ മിക്സ് ഉണ്ടാക്കുന്നത്. എൻ്റെ ഇൻഡക്ഷനിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. 1 ലിറ്റർ പാല് മതി ഈ ഒരു പാക്കറ്റിന്. അതിനെ നമ്മൾ ഓൺ ചെയ്യുക, ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് തിളയ്ക്കും. തിളച്ച ശേഷം പാലട മിക്സ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് നമ്മൾ ഇളക്കി കറക്റ്റ് ഒരു കുറുകിയൊക്കെ വരുമ്പോൾ നമ്മുടെ പായസം റെഡി. പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അതുകൊണ്ട്
കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും കേട്ടോ. നീ ഒഴിച്ചാൽ ശരിയാവൂല. എന്നിട്ട് ഇത് ഞാൻ എടുത്തോ. പാല് തിളച്ചിട്ട് നമുക്ക് നമ്മുടെ പാലട പായസം കിറ്റ് അതിലേക്ക് തട്ടി കൊടുക്കാതെ. ഞാൻ ചന്ദനമൊക്കെ ഇട്ട് രാവിലെ അമ്പലത്തിൽ പോയി കേട്ടോ. അതാണ് നമ്മൾ ചന്ദനമൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നത്. നീ ഇത് മിണ്ടാതെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ആക്ഷൻ കാണിച്ച് ഗോഷ്ടിയും കാണിച്ച് പഠിക്കാവുന്നില്ലേ? പഠിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ചെയ്യാം. പോയിന്ന് പടി. ഇത് കഴിഞ്ഞ് ട്യൂഷനുണ്ട്. ട്യൂഷന് പോയിട്ട് വന്നാണ് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കണം. ഒന്നിനെയും കാണുമല്ലോ, എല്ലാവരും ബിസി. കുട്ടികളെല്ലാം പഠിക്കാനും ഇതിനൊക്കെ പോയിട്ട് ഒരു മനുഷ്യരെ കാണാനില്ല. ഇനി വൈകിട്ട് വന്നിട്ട് വേണം എല്ലാവരും വിളിക്കാൻ. നീ വന്ന് പടി. വേദയ്ക്കും TP എന്തൊക്കെയുണ്ട് വിളിക്കാം. ഒന്ന് പടിയേ. കട്ട് ചെയ്യുമ്പോൾ വിളിക്കണ കാര്യം ഞാൻ പിന്നീട് ആലോചിക്കാം. എന്തോന്ന് ഇത് പായസം ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ടാവും. അത് കഴിഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് ഇടിയപ്പം ആവും. ഇടിയപ്പം ആയ ശേഷം ഞാൻ വേറെ കൊണ്ടുവന്ന് ട്യൂഷന് വിടും. ട്യൂഷന് വിട്ടിട്ട് വന്ന് ബോളി വാങ്ങിച്ചില്ല കേട്ടോ. ഇവിടെ കുഞ്ഞിപ്പോൾ ബോളിയില്ല. ഞാൻ അങ്ങോട്ട് തിരുമല പൂജപ്പുര ഭാഗത്തേക്ക് പോയതുമില്ല. ബോളിയില്ല. ഗീ റൈസ് അല്ല, ഫ്രൈഡ് റൈസ്, ചിക്കൻ, ഇടിയപ്പം, ദെൻ പായസം, പിന്നെ സ്പ്രൈറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്ന് ഡിന്നറിന്. അയ്യോ, ഫ്രൈ ചെയ്തില്ല. ഫ്രൈസ് ഉണ്ട്, ഫ്രൈസ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അതിനുള്ള സമയമുണ്ടോ എന്തോ. വേറെ ഇനി ട്യൂഷന് വിട്ടിട്ട് വന്ന് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതും പാലട പായസം എങ്ങനെയാണ് വയ്ക്കുന്നതും മിക്സ് എങ്ങനെയാണ് വയ്ക്കുന്നതെന്നും പഠിപ്പിച്ചു തരാം. അതുണ്ടാക്കാൻ ആരെയും പഠിപ്പിക്കണ്ടല്ലോ, ഒരു ബിഗിനേഴ്സിനെയും പഠിപ്പിക്കേണ്ട. ഇപ്പോൾ വേറെ വേണമെങ്കിലും ചെയ്യും. 1 ലിറ്റർ പാല്, 2 കവർ പാലുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കുക, ഒരു മിക്സ് എടുത്ത് ഇതിലേക്ക് തട്ടുക. ഇതിപ്പോൾ പാലട മിക്സും ഇടിയപ്പത്തിൻ്റെത് ഞാൻ കാഞ്ചനയുടെ തന്നെ വാങ്ങി കേട്ടോ. കഴിഞ്ഞ കാഞ്ചനയുടെ വാങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വെർമസലി പായസത്തിൻ്റെ അതെല്ലാം പെട്ടെന്ന് ചിലവ്. വേറെ ഇവിടെ ഈ പാലട പായസത്തിൻ്റെ ഫാനാട്ടോ. വെർമസലി ആണെങ്കിലും അടയാണെങ്കിലും വേറെ അതിൻ്റെ ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചിലവാകും. അതുകൊണ്ടാണ് ഞാൻ അത്രയും വാങ്ങിയത്. അത് ചിലപ്പോൾ കടയിൽ പോകുമ്പോഴായിരിക്കും ഓർമ്മിക്കുന്നത്. വാങ്ങിച്ച് വെച്ചേക്കാം. ഞാൻ വാങ്ങുമ്പോൾ ഇതുപോലെ 1, 2, 3, 4 ഒക്കെ വാങ്ങി വയ്ക്കും കേട്ടോ. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നോക്കുമ്പോഴായിരിക്കും ഇത് ഇത്ര ഇവിടെ ഇരിക്കായിരുന്നോ എന്ന് കരുതുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെന്നത്. ചിക്കൻ കറി കുക്കറിൽ വെച്ച് ഒറ്റ വിസിൽ കേൾപ്പിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു കറി ഉണ്ടാക്കി കേട്ടോ. കുറച്ച് കളർ കുറവുണ്ട് അതിൽ. ഞാനിന്ന് ആക്ച്വലി മിൻറ്റ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷെ അത് ഫ്ലോപ്പായിപ്പോയി. അപ്പം ഞാൻ പിന്നെ കുറച്ച് മസാലകളെല്ലാം കൂടി ഇട്ടിട്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അതിന് ഒന്നുകൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കണം. പിന്നെ അതേ ഫ്രൈഡ് റൈസും വെച്ചിട്ടുണ്ട്. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ശകലം കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചാൽ നമുക്ക് ഈ ഇടിയപ്പം ഇപ്പം തന്നെ റെഡിയാക്കാം. പക്ഷേ ഞാൻ ഈ പായസം ഇട്ടിട്ട് ഇടിയപ്പത്തിൻ്റെ പുറകെ പോയാൽ രണ്ടും കൂടി കുളമാകും. അതിനെക്കാട്ടി പായസം വച്ചിട്ട് നമുക്ക് ഇടിയപ്പം സെറ്റ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പാലട പായസം മിക്സ് വാങ്ങിയാൽ സാധാരണഗതിയിൽ കുക്കറിലിട്ടൊരു വിസിൽ കേൾപ്പിച്ചിട്ടാണ് അതിൽ കുറച്ചുകൂടെ പാല് മിക്സ് ചെയ്തൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു കാഞ്ചനയുടെ പാലട പായസം മിക്സ് ഞാൻ ഫസ്റ്റ് ടൈം ജസ്റ്റ് ഒന്ന് അല്ലാതെ പാലിൽ മാത്രം ഇങ്ങനെ ഇട്ട് കുക്കറിൽ വയ്ക്കാണ്ട് പാലിലിട്ട് വേവിച്ചപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ. ഞാൻ ബാക്കിയെല്ലാം കുക്കറിലിട്ടേ വേവിക്കൂ. കാരണം കുക്കറിലിട്ട് വേവിക്കുമ്പോഴാണ് എനിക്ക് കറക്റ്റ് വേവ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് കറക്റ്റ് നമ്മൾ കുറച്ച് ലോ ഫ്ലെയിമിലൊക്കെ വെച്ച് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാമെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഇത് തന്നെ എടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ. എല്ലാ വീടുകളിലും പായസ കിറ്റുകൾ, ഇതുപോലുള്ള വെർമസലി കിറ്റ്, പാലട കിറ്റ്, ഇവരുടെ തന്നെ പാലടയല്ലല്ലോ അടപ്രഥമൻ്റെ കിറ്റിരിക്കുന്നുണ്ട് കേട്ടോ. അത് എല്ലാം ഉണ്ട്. ഭയങ്കര സിമ്പിള്. വെറുതെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി, സംഭവം റെഡി. എന്തൊക്കെയല്ലേ ഇപ്പോൾ കാണേണ്ടത്. ഇടിയപ്പം വരെ ചൂടുവെള്ളത്തിലിട്ടാലും ഇടിയപ്പം റെഡി. ഞാൻ ഇന്നാളെ ഉണ്ടാക്കി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. നല്ല സോഫ്റ്റായിട്ട് പൂ പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത് എന്താവും. പപ്പടം കണക്ക് ഇരുന്ന് കേട്ടോ ആദ്യം. അപ്പോൾ 1 മിനിറ്റിൽ ഞാൻ സ്റ്റീം ചെയ്തെടുക്കണോ, അതെങ്ങനെയാണ് പരിപാടി എന്ന് നോക്കിയപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 1 മിനിറ്റ് വെള്ളത്തിലിടാൻ. 1 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ട് 1 മിനിറ്റ് കറക്റ്റ് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തപ്പോഴേക്കും കറക്റ്റ് നമ്മൾ വീട്ടിൽ സാധാ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതേ സെയിം ടേസ്റ്റിലും ആ ഒരു സെയിം ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വാങ്ങിച്ച് റെഡിമെയ്ഡ് ഉണ്ടാക്കിയാണെന്നേ പറയത്തില്ല കേട്ടോ. ടേസ്റ്റ് വ്യത്യാസം ഒന്നുമില്ല. പാൽ ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ മിക്സ്, പാലട മിക്സ് ഇതിലേക്ക് തട്ടിക്കൊടുക്കാതെ
നല്ല ഒരു റെഡ് കളറിൽ വരും കേട്ടോ ഈ ഒരു പായസത്തിൻ്റെ ഇത്. ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കേ. ഇപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ടേ. അപ്പം ഞാനൊരു പരിപാടി ചെയ്യാം. ഇതിനെടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുക്കാവേ. അപ്പോഴേക്കും നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. കാരണം എനിക്ക് വേദയെ ട്യൂഷനാക്കാൻ സമയമായി, പിന്നെ ഒരു കാര്യവും നടക്കില്ല. വന്നിട്ട് പിന്നെ ചെയ്യാമെന്ന് വെച്ചാൽ വന്നിട്ട് എനിക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഇതിലിരുന്ന് സെറ്റാവട്ടെ. ആ സമയം നമുക്ക് ഇടിയപ്പം വേവിച്ചെടുക്കാം. വേവിക്കാനൊന്നുമില്ല, അടുപ്പത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. എന്നിട്ട് വെള്ളം തിളച്ച ശേഷം ഈ ഇടിയപ്പം പറക്കി ഇതിലേക്ക് ഇടുക. ഇട്ടിട്ട് കറക്റ്റ് 1 മിനിറ്റ് നോക്കുക. 1 മിനിറ്റ് ആവുന്നതും അതിനെ എടുത്ത് നമ്മൾ ഒരു കണ്ണാപ്പ പോലെ ഏതിലെങ്കിലും വെച്ച് അതിൻ്റെ വെള്ളം മാറ്റാനായിട്ട് വയ്ക്കുക. നമ്മുടെ ഇടിയപ്പം റെഡി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട്, ഇടിയപ്പം എന്ന് പറയുമ്പോൾ സാധാരണ മുകളിൽ താഴെ നമ്മൾ തേങ്ങയൊക്കെ ഇടൂലേ, അതുപോലെ തേങ്ങയൊക്കെ ഇട്ടെടുത്താൽ ഇടിയപ്പം സെറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും വെള്ളം തിളക്കട്ടെ. വെള്ളം തിളച്ച ശേഷം നമുക്ക് ഇടിയപ്പം പറക്കി ഇതിലേക്ക് ഇടാം. ഇടിയപ്പം ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാവേ. നോ പ്രിസർവേറ്റീവ്സ്, നോ ആർട്ടിഫിഷ്യൽ കളേഴ്സ്, നോ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഈ സാധനം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇതായിട്ട് നിങ്ങളോട് കാര്യമായിട്ട് പറയണത് ഇതിനെപ്പറ്റി. മെയിനായിട്ട് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നൊരു പക്ഷേ വീട്ടമ്മമാർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം രാവിലെയൊക്കെ എണീറ്റിട്ട് എന്തുണ്ടാക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 2, 4, 6, 8, 10, 12 എണ്ണം തോന്നുന്നുണ്ട് കേട്ടോ. 3 പാക്കറ്റാണ് വാങ്ങിയത്. 12 × 3 എത്ര? 36. കുട്ടികൾക്കത് ധാരാളം. പിന്നെ റൈസ് ഉണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയം നമുക്ക് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. കുറച്ച് സമയം കിട്ടിയിരുന്നത് കുറച്ചുകൂടെ ഒന്ന് കുറുകാനായിട്ടൊക്കെ ഉണ്ട്. വെള്ളം തിളയ്ക്കും. ഇത് നമുക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ഇതിപ്പോൾ പപ്പടം പോലെ കേട്ടോ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവർ ഇടിയപ്പത്തിൻ്റെ ഷേപ്പിലുണ്ടാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നതായിരിക്കും കേട്ടോ. ആയിരിക്കാം, അറിഞ്ഞൂടാ. എന്നിട്ട് ഇങ്ങനെ തരുന്നതായിരിക്കും. കാലം പോകുന്ന പോക്കേ. ഇടിയപ്പം വരെ അതേ ഇപ്പോൾ കവറിലാണ്. ഞാനേ ഒരു പാത്രം എടുത്തേട്ടോ. കവറിൽ ചിലപ്പോൾ എല്ലാം കൂടെ എടുക്കുമ്പോഴേ താഴെങ്ങാനും പോകണമെങ്കിൽ അത് ഇതിൽ കൊള്ളത്തില്ല. അടിയോ കൊള്ളൂല. വേറെ വഴിയുണ്ട്. ബാക്കി ഇതിൽ തട്ടാം. അത് ഓരോന്നായിട്ടേ എടുത്തിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മളിങ്ങനെ കവറിൽ നിന്ന് എടുക്കുമ്പോൾ എല്ലാം കൂടി താഴെ പോകുന്നതുകൊണ്ടാണ്. ഇപ്പോഴത്തെ ഗൗതൂനൊക്കെ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. കുട്ടിപ്പട്ടാളങ്ങൾ ഒന്നിനെയും കാണാനില്ല. ഇന്ന് ആക്ച്വലി സാറ്റർഡേ കേട്ടോ. ആരും കാണാനില്ല, ആരും ഇല്ലേന്തോ. നേരത്തെയും പഠിക്കാനൊക്കെ നിറയെ ഉള്ളതുകൊണ്ട് എങ്ങും പോയില്ല. അല്ലെങ്കിൽ രാവിലെ തുടങ്ങും പോട്ടാന്ന് ചോദിച്ചിട്ട്. ഓഹോ, ഇതാണ് പ്രശ്നം. കൂടെ നിന്നില്ലെങ്കിൽ ഇടയ്ക്കൊന്ന് ഞാൻ ഫ്ലെയിം കൂട്ടി കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കാൻ മറന്നുപോയി. അപ്പോഴേക്കും തിളച്ച് പൊങ്ങി. നോക്കി, നല്ല ചുവന്ന കളറുണ്ട്. പാലട പായസത്തിൻ്റെ മണം അതൊന്ന് വേറെ തന്നെ അല്ലേ. ഞാൻ എന്തായിരുന്നോ ഇത് വെള്ളത്തിലിട്ടാൽ ഉടനെ എടുക്കണ്ടേ. അപ്പോൾ പെട്ടെന്ന് എല്ലാ സാധനങ്ങളും സെറ്റാക്കുന്ന പോയ സമയം കൊണ്ട് അതങ്ങ് തിളച്ചു. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഇടിയപ്പം കറക്റ്റ് ആ ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. കറക്റ്റ് 1 മിനിറ്റ്. അതിൽ കൂടിപ്പോയാൽ ചിലപ്പോൾ നമുക്ക് ഇടിയപ്പം കിട്ടും, പക്ഷേ ആ ഒരു കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ കിട്ടില്ല. പൊടിഞ്ഞ് ചിലപ്പോൾ പോയാലായി. ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് സ്റ്റോപ്പ് വാച്ച് വെച്ച് ഒരു കറക്റ്റ് 1 മിനിറ്റ് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ
കറക്റ്റ് കിട്ടുന്നുണ്ട്. ആദ്യം ഞാൻ നമുക്കറിയില്ലല്ലോ, ഒരു 5 മിനിറ്റ് കിടക്കട്ടെ എന്ന് കരുതി, നന്നായിട്ട് വെന്ത് കിട്ടട്ടെ എന്ന് കരുതി എടുത്തപ്പോൾ ഇടിയപ്പമായിട്ട് തന്നെ കിട്ടി, പക്ഷേ ഷേപ്പ് കിട്ടിയില്ല, പുട്ട് കണക്കായിപ്പോയി. ആ നൂലെല്ലാം ഉണ്ട്, പക്ഷേ പുട്ട് പോലെ പൊടിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ഞാൻ 1 മിനിറ്റിൽ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റ് എനിക്ക് കിട്ടി. അതുകൊണ്ട് സ്റ്റോപ്പ് വാച്ച് വെച്ച് എടുത്തില്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കണേണ്, അവർ തിന്നത്തില്ല, കളഞ്ഞിട്ട് പോവും. പഠിച്ചു തീർന്ന ആളൊക്കെ? അയ്യോ, 4:30 ആവണല്ലേ ഉള്ളൂ, 4:45 പോയാൽ മതിയല്ലോ. വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ചെറിയൊരു പരിപാടി കൂടെ ചെയ്ത് കൊടുക്കുക. ഒരു നുള്ളല്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് നമ്മുടെ ഇടിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കാരണം ഇതിൽ ഉപ്പ് ആടായിട്ടല്ല വരുന്നത്, അപ്പോൾ ഈ വെള്ളത്തിലിടുമ്പോൾ അതിൽ നിന്ന് പിടിക്കുന്ന ഉപ്പാണ് കേട്ടോ. അതെല്ലാം അവരുടെ ആ ഒരു പാക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോഴേ ആ ഉപ്പേ ഇതിൽ പിടിക്കത്തുള്ളൂ. ഇത് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. തിളയ്ക്കുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഇടിയപ്പം ഓരോന്നായിട്ട് പറക്കിയിടാവേ. അതാണ് ഇടിയപ്പത്തിൻ്റെ ഒരു പ്രത്യേകത. വേദ കരുതിയെന്ന് അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പമാണെന്ന് കരുതിയെന്ന്. വെള്ളം നന്നായിട്ട് തിളച്ച് ഞാനതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഓരോരോ ഇടിയപ്പമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പറക്കിയിട സ്റ്റാർട്ട്. 1 മിനിറ്റ്. അതുകൂടെ ഇടാൻ ഈ പാത്രത്തിൽ സ്പേസ് ഇല്ല, അപ്പോൾ ഇതെടുത്തിട്ട് നമുക്കതിടാവേ. ഒരു അരിപ്പ് എടുത്ത് സെറ്റ് ചെയ്യുക. നമുക്ക് എന്നിട്ട് കറക്റ്റ് 1 മിനിറ്റ് ആകുമ്പോൾ പറക്കി ഓരോന്നിടാവേ. കുറച്ച് തേങ്ങ ഇടമ്മയുടെ എങ്കിൽ അതൊരു ഭംഗി വരുള്ളൂ. തേങ്ങ ഒക്കെ ഇട്ടിങ്ങനെ ചില പരസ്യത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഈ ഇടിയപ്പം പുട്ടൊക്കെ ഉണ്ടാക്കണത് ഇങ്ങനെ വെച്ചിട്ട് ആവി കയറണത്. ഏട്ടാ അതുപോലെ എടുത്ത് തരണേ, ഇങ്ങനെ ആവിയൊക്കെ വരണം കേട്ടാ. അയ്യോ 1 മിനിറ്റ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതേ കണ്ട കറക്റ്റ് ഇടിയപ്പം. താങ്ക് യു വേദ ഇത് നോക്കിയില്ലായിരുന്നു, ഇടിയപ്പം ഒന്ന് പുട്ടായാൻ. ഇതേ കാര്യം കഴിഞ്ഞു. എന്തെളുപ്പമെന്ന് നോക്കി. നമുക്കിനി അടുത്ത സ്റ്റെപ്പ് കൂടെ ഇടാവേ. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചൂടാവട്ടെ. അടിയപ്പം കുറച്ച് തേങ്ങയൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ നല്ല രസമായിരിക്കും. അപ്പം ആദ്യം കുറച്ച് തേങ്ങ അടിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് ചൂട് നോക്കട്ടെ. എന്നിട്ട് ഇതേ ഇടിയപ്പം പറക്കി ഇങ്ങനെ വയ്ക്കാം. വീണ്ടും അതിൻ്റെ മുകളിൽ ലേശം നമ്മൾ സാധാ ഇടിയപ്പം വെക്കില്ലേ, അതുപോലെ തന്നെ അടുത്ത് വീണ്ടും ഇടിയപ്പം. ചൂട്. വീണ്ടും വേദയിലാണ് ഞാൻ പായസം ഏൽപ്പിച്ചിരിക്കുന്നത്. എന്തെങ്കിലും വശപ്പശകുണ്ടെങ്കിൽ വേദയാണ് അതിന് ഉത്തരവാദിയെ. നോക്കിയേ, നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ പോലത്തെ ഇടിയപ്പം. മറ്റത് ഇടിയപ്പം ഉണ്ടാക്കാൻ എത്ര സമയം വേണമല്ലേ. മാവെടുക്കണം എന്നില്ലേ, ഞാൻ പറഞ്ഞുതരാം. മാവെടുക്കണം, വെള്ളം ചൂടാക്കണം, മാവ് കുഴയ്ക്കണം, ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലാക്കണം. അതാണ് ഏറ്റവും ടാസ്ക്. പിന്നെ അതിലാക്കി പിഴിഞ്ഞെടുക്കാൻ എന്ത് പാടെന്നറിയോ. ഇതേപ്പം നമ്മുടെ ഇടിയപ്പം സെറ്റാണ്. ഇതേ കണ്ടോ, ഒരു ഇടിയപ്പം ഇതേ കണ്ടോ, ഇങ്ങനെ കിട്ടും നമുക്ക് ഇടിയപ്പം. അപ്പോൾ അടുത്ത ഇനി ഒരു സ്റ്റെപ്പ് കൂടെ എനിക്ക് ഇടാനുണ്ട്. ഇതേ കണ്ടോ, ഇടിയപ്പം നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ഇടിയപ്പം. ഒരു സ്റ്റെപ്പ് കൂടെ ഇടാനായിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കാസറോളിൽ ഇരിക്കട്ടെ. അടുത്ത വേറൊരു കാസറോളിൽ അടുത്ത സ്റ്റെപ്പ് ഇടാം. ഇതിനിടയ്ക്ക് കറണ്ട് പോയിട്ടോ, അപ്പോൾ ഇത് ഓഫായി. പിന്നെ ഞാൻ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് വെള്ളം ചൂടായത് പോയി. വെള്ളം ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ഇടാം. കണ്ടോ, ഇടിയപ്പം റെഡി. 4:25 ഞാൻ ഇടിയപ്പം വെള്ളം വച്ചത്. 4:30 കഴിഞ്ഞപ്പോഴേക്കും സംഭവം സെറ്റ്. അവിടെ പായസം എന്ത് പരിപാടിയായി? കരിങ്ങ. നീ നിൻ്റെ ഫ്രണ്ട്സല്ലേ കുടിക്കണത്? നല്ല കുറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി പായസം വേണേൽ ഓഫ് ചെയ്യാം. എന്തോ കറക്റ്റ് ഇതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചു. ഇനി നമുക്ക് പാലട പായസം ഓഫ് ചെയ്യാം.
ഇടിയപ്പവും പായസവും എല്ലാം കൂടി ഒരു 15 മിനിറ്റിൽ ഇത് റെഡി ആയിട്ടുണ്ട്. പായസം റെഡി. ഇതിനെ നമുക്ക് അടച്ചു വയ്ക്കാവേ. അടുത്തന്നെ ഇടിയപ്പം രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടാവേ. മാറി ഞാൻ ഇടാം. ഫ്ലെയിം ഓഫ് ചെയ്തേ. വെള്ളം തിളച്ചു, ഫ്ലെയിം ഓഫ് ചെയ്തു, ഇടിയപ്പം ഇടുന്നു. ഇത് കുറച്ച് പൊടിഞ്ഞതല്ലാതെ ഉണ്ട് കേട്ടോ, അത് അങ്ങനെ കിട്ടത്തുള്ളൂ. ടൈമർ വെച്ചു, 30 സെക്കൻഡായി. ഇനി 30 സെക്കൻഡ്സ് കൂടെ ആയാൽ ഇടിയപ്പം റെഡി. ആ പ്ലേറ്റ് മാറ്റ്. ഇത് ഞാൻ ഓഫ് ചെയ്തേ. ഇതിൻ്റെ ഫാൻ കുറച്ച് കഴിഞ്ഞിട്ടേ ഓഫ് ആവത്തുള്ളൂ, അതാണ് ഈ ശബ്ദം കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. സ്റ്റോപ്പ്. ഇടിയപ്പം സെറ്റ്. ഒരു ഇടിയപ്പം, രണ്ടിടിയപ്പം. സോ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അയ്യോ, ഞാൻ കാസറോൾ എടുത്തില്ലേ, വേറൊരു കാസറോൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഞങ്ങൾ കുറച്ച് നീ ഇട്ടുകൊണ്ടെന്നാന്ന് സമയം പോകും. ചൂടല്ലെങ്കിൽ കൈ കൊണ്ടെടുത്ത് വയ്ക്കായിരുന്നു. തേങ്ങ ഓപ്ഷണലാട്ടോ. അത് പൊടിഞ്ഞ് നീ മാറത്തെ പൊന്നു. ഞാൻ ആദ്യം ഗംഭീരമായിട്ട് ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അവൾ വന്ന് കേട്ടോ. തേങ്ങ ഓപ്ഷണലാണ്, ചിലർക്ക് തേങ്ങ ഇടുന്നത് ഇഷ്ടമായിരിക്കില്ല, അതുകൊണ്ട് ഇടാം. പിള്ളേരാരും കഴിക്കൂല, പക്ഷെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഡിന്നറൊക്കെ സെറ്റ് ചെയ്യുന്നതല്ലേ നമ്മൾ. നിങ്ങൾക്ക് ഞാൻ ആ കാസറോളിൽ വെച്ചാൽ മനസ്സിലാവില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സെപ്പറേറ്റ് 3 എടുത്ത് കാണിച്ചു തരാമെന്ന് കരുതി. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ നല്ല കിട്ടിലായിട്ട് ആ ഷേപ്പിൽ തന്നെ ഇടിയപ്പം കിട്ടിയിട്ടുണ്ട്. ഇതാണ് 1 മിനിറ്റ് ഇടിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോഴേ നമുക്കിപ്പോൾ രാവിലെ ഉറക്കെഴുന്നേറ്റിട്ട് എന്തുണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതൊരു പാക്കറ്റ് ഇരിപ്പുണ്ടെങ്കിൽ സംഭവം സൂപ്പർ. പിന്നെ എന്തെങ്കിലും വയ്യായിക ഉണ്ട്, അയ്യോ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് ഒട്ടും എണീക്കാൻ വയ്യാണ്ടിരിക്കുന്ന സമയങ്ങളിൽ ഈ ഒരു ഓപ്ഷൻ നല്ലതാണ്. പിന്നെ രാവിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോണ ദിവസം ഉറക്കം എണീക്കാൻ താമസിച്ചു, അയ്യോ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ വേണ്ട, ഇതുണ്ടെങ്കിൽ സൂപ്പറാണ്. ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ, കാരണം എനിക്കിത് എൻ്റെ കിച്ചണിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം, ഇപ്പോൾ കുറച്ച് നാളുകളായിട്ടാട്ടോ ഇത് ഉപയോഗിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടേസ്റ്റ് ബേസും ഓക്കെയാണ്, വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് ഉപയോഗിച്ചപ്പം മനസ്സിലാക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ വേറെ ഭയങ്കര പെട്ടെന്ന് ചെയ്യാൻ 1 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റും. കൂടിപ്പോയാൽ 5 മിനിറ്റ്, എല്ലാം കൂടി വെള്ളം തിളയ്ക്കുന്നതും ഇതിടുന്നതും എല്ലാം കൂടി ചേർത്തിട്ട് 5 മിനിറ്റിനുള്ളിലേ ഉള്ളൂ സംഭവം. അതൊരു വീട്ടമ്മ എന്ന നിലയിൽ അടുക്കള ജോലികൾ ചെയ്യുന്ന ഏതൊരു സ്ത്രീക്കും സഹായമുള്ളൊരു കാര്യമാണ് ഈ ഒരു 1 മിനിറ്റ് ഇടിയപ്പം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഇതുപോലത്തെ ഓരോ പാക്കറ്റ് വാങ്ങിച്ച് വെച്ച് വീട്ടിൽ ഈ കാഞ്ചനയുടെയൊക്കെ 1 മിനിറ്റ് ഇടിയപ്പമൊക്കെ വാങ്ങാൻ കിട്ടുന്നത് വാങ്ങി വെച്ച് നമ്മുടെ അടുക്കള ജോലികൾ എളുപ്പമാക്കുക. എങ്ങനെ നമ്മൾ അടുക്കള ജോലികൾ എളുപ്പമാക്കാമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ നമുക്ക് അടുക്കള ജോലികൾ എളുപ്പമാക്കാം. ഇടിയപ്പം എന്ത് സൂപ്പറായിട്ട് എത്ര പെട്ടെന്നായെന്ന് നോക്കി. നമ്മൾ ഉണ്ടാക്കാൻ നിന്നിരുന്നെങ്കിൽ മണിക്കൂർ എത്ര ആയാൽ ഇത്ര ഇടിയപ്പത്തിന്. അപ്പോൾ വേദയുടെ ഡിന്നറിനുള്ളത് എല്ലാം ഓൾമോസ്റ്റ് സെറ്റാണ്. ഇനി ഫ്രൈസ് ഉണ്ടാക്കണം, വേറെ ഒന്നുമില്ല. വേദയ്ക്ക് ട്യൂഷന് പോകാൻ സമയമായി. വേദ ട്യൂഷന് വിട്ടിട്ട് വന്ന് നമുക്ക് ഫ്രൈസ് ഉണ്ടാക്കാവേ. ഞാൻ കൊണ്ടുപോയി ട്യൂഷന് വിട്ടിട്ട് വരാം. വേദയെ ട്യൂഷന് വിട്ടിട്ട് വന്നു. ഇനി അടുത്ത് ഫ്രൈസ് ഇവിടെ ഉണ്ടാക്കിയാൽ ജോലി കഴിയും. അപ്പോൾ വേദ ട്യൂഷന് വിട്ടിട്ട് വന്ന് ഫ്രൈസൊക്കെ ഉണ്ടാക്കിയിട്ട് വേദ ഇനി ഞാൻ വീണ്ടും വിളിക്കാൻ പോകും. വിളിച്ചിട്ട് വന്ന ശേഷം രാവിലെ ഉണ്ടാക്കിയ ചിക്കൻ കറിയും ഫ്രൈഡ് റൈസും കൂടി ഒന്ന് ചൂടാക്കാം. ചിക്കൻ കറി നല്ല ചൂടായിട്ടിരിപ്പുണ്ട്, കുക്കറിലാണ് ഞാൻ വെച്ചത്, അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പുതിയ പരീക്ഷണമായിരുന്നു. മിൻറ്റ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്, ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. എനിക്കറിയായിരുന്നു മിക്കവാറും ഫ്ലോപ്പ് ആവും എന്നുള്ളത്. കളറൊന്നും ഇല്ലായിരുന്നു, പച്ച കളറിലെ കറി വേദയ്ക്ക് വേണമെന്ന് പറയാം, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് പക്ഷേ വെള്ള കളറിലിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി ഉണ്ടാക്കി സക്സസ് ആവുകയാണെങ്കിൽ പിന്നെ ഒരു ദിവസം വീഡിയോ ചെയ്യാമെന്ന് കരുതി. ഭാഗ്യത്തിന് സക്സസ് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വയ്ക്കുന്നത് കാണിക്കാത്ത കേട്ടോ. എല്ലാം കൂടി മിക്സ് ചെയ്ത് പുതിനയില, മല്ലിയില, പച്ചമുളക്,
ടൊമാറ്റോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു വിസിൽ കേൾപ്പിച്ചു. അപ്പോൾ വെള്ള കളറിലിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ടപ്പോൾ ചുമന്ന കളർ കേട്ടോ. അതാണ് ആ ചിക്കൻ. ആ ചിക്കനും ഫ്രൈഡ് റൈസും കൂടി ഒന്ന് ചൂടാക്കാം. ഇപ്പോൾ ഫ്രൈസ് വറുത്തെടുക്കാം. ഇൻഡക്ഷനിൽ നിന്ന് ഗ്യാസ് സ്റ്റൗവിലേക്ക് മാറിയത് എന്താണെന്ന് ചോദിച്ചാൽ 6 മണി ആവാറായി കേട്ടോ. ഇനി ഭയങ്കര ഹൈ വോൾട്ടേജ് ആണ്. നമ്മുടെ വെയിലും പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കരുതി സ്റ്റൗവിൽ തന്നെ വയ്ക്കാമെന്ന് കരുതി. ഒരു സ്റ്റെപ്പ് ഫ്രൈസ് വറുത്ത് കോരി, അടുത്ത സ്റ്റെപ്പും ആവാറായിട്ടുണ്ട്. ഫ്രൈസ് വറുത്ത് കോരിയതും വേദ വിളിക്കാനുള്ള സമയമായി. ഇനി വേദ വിളിച്ചിട്ട് വന്ന് കറികളെല്ലാം ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുട്ടികളെല്ലാം വിളിച്ചിട്ട് വരും. അവരോട് പറയേണ്ട വരാൻ. വേദ വന്ന് ഒന്ന് ഫ്രഷ് ആകുമ്പോൾ അവരും ഫ്രഷായി വന്നിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാം. ഞാൻ പോയി ഇനി വേദ വിളിച്ചിട്ട് വരാമേ. വേദ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. വന്ന പാടെ അവൾ ഫ്രൈസിന് മസാല ഇല്ലയെന്നും പറഞ്ഞത് എന്തൊക്കെയോ വാരി ഇടുന്നുണ്ട്. പോയി എല്ലാവരും വിളിച്ചിട്ട് പോയേ. ഫ്രണ്ട്സൊക്കെ ഇവിടെ ദിയ ട്യൂഷൻ ആ ദിവസം തോന്നിക്കണം. അവൻ എന്തെങ്കിലും വരാത്ത അവ കൈശവില്ലേ ഗൗതു ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മു ഇല്ല. അയ്യോ, അമ്മ ഒന്നാളും ഇല്ലായിരുന്നു. അന്ന് ദിയ ഉണ്ടായിരുന്നില്ല അല്ലേ? തേനും എപ്പോഴും കാണും. തേനുവിൻ്റെ ബ്രദർ കൈശവ് അവനെ കൂടെ വിളിക്കാൻ നോക്കിയപ്പോൾ അവനും ഇല്ല. അപ്പം ദിയയും ഗൗതവും തേനും ആ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ദിയക്ക് ട്യൂഷൻ ഉണ്ടല്ലേ? ട്യൂഷൻ കഴിഞ്ഞിട്ട് വരും അല്ലേ? ഞാൻ അപ്പം ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ ചൂടാക്കാം. തേനുവിൻ്റെ അമ്മുമ്മയ്ക്ക് 2 ഇടിയപ്പം കൊടുത്തു വിടാവേ. എന്നെ കളിയാക്കി. ഞാൻ 1 മിനിറ്റ് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെന്തോന്ന് ഇടിയപ്പോടി എനിക്ക് വേണ്ട എന്നിങ്ങനെ കളിയാക്കി. അപ്പോൾ പിന്നെ ആൻറ്റി കഴിക്കണം ആ 1 മിനിറ്റ് ഇടിയപ്പം എന്താണെന്നുള്ളത്. അപ്പോൾ ആൻറ്റിക്ക് ഇടിയപ്പവും കുറച്ച് ചിക്കൻ കറിയും കൊടുക്കാം. ആൻറ്റി മാത്രമേ അവിടെ ഉള്ളൂ. തേനിങ്ങി കഴിക്കാൻ വന്നില്ലേ? അപ്പോൾ പിന്നെ ആൻറ്റിക്ക് കൂടെ കൊടുത്തേക്കാം. ആൻറ്റി കളിയാക്കിയതല്ലേ? അപ്പോൾ പിന്നെ അറിയണം 1 മിനിറ്റ് ഇടിയപ്പം എന്താണെന്നുള്ളത് അല്ലേ? ആൻറ്റി കളിയാക്കിയതല്ലേ? ഇപ്പോൾ ആ 1 മിനിറ്റ് ഇടിയപ്പം എന്താണെന്നുള്ളത് ആൻറ്റി മനസ്സിലാക്കണം. ചിക്കൻ കറി കൂടി എടുക്കാം. വേദയുടെ കൊടുത്തു വിടാം. വേദ, എടാ അമ്മുമ്മയ്ക്ക് ഇത് കൊടുക്കോ? എല്ലാവരും വന്നല്ലോ. വേദ ടേബിളൊന്നും ഒതുക്ക്. ദിയ, തേനു, ഗൗതു, ആദൂസ് പിന്നെ ഭയങ്കര ജാടാ. അമ്മു ഇല്ലല്ലേ? ഇത് ആൻറ്റിക്ക് നമ്മൾ ചിക്കനും കൊണ്ടുപോയപ്പോൾ തേനുവിൻ്റെ അമ്മൂമ്മ തന്നൊരു സ്പെഷ്യൽ ചമ്മന്തി. സ്പ്രൈറ്റ് ഒക്കെ എടുത്ത് വേദ സെറ്റ് അപ്പോഴത്തേക്ക് ഞാൻ തരാം. ചെറിയ സെറ്റപ്പാണ്. ദിയരവിടത്തെ പോലെ വലിയ സെറ്റപ്പ് അല്ല കേട്ടാ. ദിയ ചിരിക്ക് നോക്ക്. ദിയരവിടെ പാട്ടിരുന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു വേദ? ഫലൂഡ, മോമോസ്, ചിക്കൻ ലോലിപോപ്പ്, എനിക്കറിഞ്ഞൂടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ബിരിയാണി, ചപ്പാത്തി, പൊറോട്ട. നീ എടുക്കോ, ഗ്ലാസ് എടുക്കോ, അപ്പോഴത്തേക്കും ഞാൻ ബാക്കി കൊണ്ടുവരാം. റൈസും ഇടിയപ്പവും വച്ച് കൊണ്ടുപോകാം, അല്ലാതെ അവിടെ എല്ലാം കൂടി വെക്കാൻ പറ്റില്ല. ഫ്രൈഡ് റൈസ് ആയതുകൊണ്ട് എല്ലാവരും കഴിക്കുമെന്ന വിശ്വാസത്തിൽ ഈ ഇടിയപ്പം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതേ കണ്ടോ, ഇടിയപ്പം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം വെച്ച് വയ്ക്കാം. പിള്ളേർ കഴിക്കുമെന്ന് 2 എണ്ണം. ഇടിയപ്പം സെറ്റ്. അവരിത്രയൊക്കെ കഴിക്കാൻ ചാൻസ് ഉള്ളൂ. ഇത്ര തന്നെ കഴിക്കുമെന്ന് എനിക്കറിയില്ല. അയ്യോ, സോസ് വാങ്ങിച്ചില്ല. വേദനോട് പറഞ്ഞതാണ്. വേദ, നമ്മൾ സോസ് വാങ്ങിക്കാൻ മറന്നുപോയിടി. വേദ, ബാ എടുത്തോണ്ട് പോ. ഞാൻ ചിക്കൻ കൊണ്ടുവരാം. അവിടെ നോക്കിയിരുന്ന കാര്യമൊന്നും നടക്കില്ല. അവിടെ സ്പ്രൈറ്റ് ഒഴുപ്പ് നടക്കണേ ഉള്ളൂ. ചിക്കപ്പം കൊണ്ടുവരാവേ. ഗൗതുവിൻ്റെ ഫേവറേറ്റ് അല്ലേ ഇടിയപ്പം? പിന്നെ ഇടിയപ്പം ഗൗതുവിൻ്റെ ഫേവറേറ്റ് അല്ലേ ഗൗതു? പറയാൻ പറയണം, ആൻറ്റി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്.
പിള്ളേർക്ക് ഇറങ്ങോട്ടല്ല, ഞാൻ വെള്ളത്തിൽ മുക്കി എടുത്തതാണ്. ചിക്കനെ വെന്തുപോയി, കുറച്ച് ഗ്രേവി എടുക്കട്ടെ. കുക്കറിൽ വിസിൽ കേൾപ്പിച്ചിട്ടേ ഞാൻ നല്ല ഇത് കഴിഞ്ഞിട്ടാണ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിലിരുന്ന് വെന്ത് പോയി. ഇങ്ങോട്ടേ റൈസിൻ്റെ മുകളിലാവൂല അല്ലെങ്കിൽ. കഴിച്ചിട്ട് വെച്ചോ തീരെ. ഇത് തിരിച്ചേടാ. കഴിച്ചിട്ട് ചോദിച്ചാൽ മതി, എല്ലാവരും കഴിച്ചിട്ട് ചോദിച്ചാൽ മതി. ആൻറ്റിയുടെ സ്പെഷ്യൽ ചിക്കൻ കറിയും ചിക്കൻ പീസൊക്കെ വെന്ത് പായസം പോലെ ആയിപ്പോയി ഗൈസ്. വേണമെന്നുള്ളവർ ചിക്കൻ എന്തെന്ന് വെച്ചാൽ ചോദിക്കണേ. ഇടിയപ്പം എങ്ങനെയുണ്ട്? ആദ്യം എല്ലാവരും ഇടിയപ്പം കഴിച്ചിട്ട് പറ. കൊള്ളാമോ? കൊള്ളാമോ? കൊള്ളാമോടാ? കഴിച്ചു നോക്കടാ. കഴിച്ചില്ല എന്ന്. പിന്നെ അവൻ തന്നെ അഭിപ്രായം പറയണത്. ചിക്കൻ കറി എങ്ങനെയുണ്ട്? കൊള്ളാം. തേനോ അഭിപ്രായം പറഞ്ഞു. അതുസേ നിന്റെ ഉമ്മച്ചി വയ്ക്കും പോലെ തന്നെ. അതെ ഞാൻ വെച്ചതാ നല്ലത്. എല്ലാം കണക്കിണ്ടെന്ന്. ദേ കൊള്ളാമോ ചിക്കൻ കറി? ഗൗതു പറയടാ. അടിപൊളി. ഞാൻ ഇനി പായസം കൂടെ എടുത്തോണ്ടേക്കാമേ. കാഞ്ചന സ്പെഷ്യൽ പായസവും കാഞ്ചന സ്പെഷ്യൽ എന്താണ് ഇടിയപ്പവും. ഇത് ഫുൾ കാഞ്ചനയുടെ പ്രൊമോഷൻ പോലെയാണെന്ന് തോന്നുന്നു നമ്മളെ വീഡിയോ. കാരണം എന്തെന്നോ അവരുടെ പ്രോഡക്റ്റ് നല്ലതാണ്. ഇപ്പോൾ പായസം ആയാലും ചില സേമിയല്ല, ഈ അട പായസത്തിൻ്റെ മിക്സ് നമ്മൾ വാങ്ങിയാൽ ഭയങ്കര മധുരമായിരിക്കും കേട്ടോ. ഇത് കറക്റ്റ് മധുരമാണ്. മധുരമൊന്നും അധികം ഇഷ്ടപ്പെടാത്തവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. കറക്റ്റ് മധുരമാണ്. ഞാനേ ആൻറ്റിക്ക് ഇടിയപ്പം ഞാൻ പറഞ്ഞു തേനൊന്നും ഒന്ന് വൈകിട്ട് ഇവിടെ നിന്ന് കഴിക്കാൻ ആൻറ്റി എന്ന്. എന്ത് സ്പെഷ്യൽ ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പോൾ എന്തോന്നും ഉണ്ടാക്കിയാൽ പറഞ്ഞു ഇങ്ങനെ ഇടിയപ്പം 1 മിനിറ്റ് ഇടിയപ്പം ഈസി പണി. ഈസി അതെന്തോന്നു. അപ്പോൾ പലർക്കും ഈ 1 മിനിറ്റ് ഇടിയപ്പത്തിനെ പറ്റി അറിയില്ല കേട്ടോ. അപ്പോൾ നിൻ്റെ ഇടിയപ്പം ഫ്ലോപ്പ് ആയിരിക്കും ഇടി എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ആൻറ്റിക്ക് കൊടുത്തത്. അപ്പോൾ ആൻറ്റി അപ്പം തന്നെ കഴിച്ചു നോക്കിയിട്ട് നല്ല ഇടിയപ്പൊടി ഇതെങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും വാങ്ങിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇടിയപ്പം. ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് നല്ല ഇടിയപ്പമാണ് എന്നുള്ളത്. അയ്യോ അവിടെ എന്തോന്നായോ എന്താ, അവർക്ക് എന്ത് വേണമെന്ന് പോലും ചോദിച്ചില്ല. ആർക്കെന്ത് വേണം? തന്നിടത്തോളം മതിയല്ലേ. ചിക്കൻ പീസോ കറിയോ റൈസ് മാത്രമില്ല, അത് മാത്രം ചോദിക്കരുത്. ഞാൻ റൈസ് കുറച്ചേ ഇട്ടോളൂ. നിങ്ങളാരും റൈസൊക്കെ വലിയ താല്പര്യക്കാരല്ലാത്തത് കൊണ്ട് ഇടിയപ്പം വേണമെങ്കിൽ തരാം. അയ്യോ അമ്മ ഒന്നാളും ഇല്ലായിരുന്നു. അമ്മ പള്ളിയിലാണ്, പാലാച്ചിന് പോയെന്നല്ലേ. അത് ഇടിയപ്പം വേണോ? എന്ത് വേണമെങ്കിലും ചോദിക്കണേ. ചിക്കൻ പീസെങ്ങാനും വേണോ? ഗൗതൂന പിള്ളേർക്ക് ചിക്കൻ കഴിക്കാൻ നല്ല എളുപ്പമുണ്ടല്ലേ, നല്ല സോഫ്റ്റ് അല്ലേ. ചിക്കൻ ജ്യൂസ് ഷേക്ക്. ആൻറ്റി മിനി ആൻറ്റി പറയണ തേനുൻ്റെ അമ്മൂമ്മ പിള്ളേരല്ലേ കഴിക്കണം, കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ആയാലും നിനക്കെന്തെന്ന്. കഷ്ണം വേണ്ടേ? ഒരു കഷ്ണം വെക്കട്ടാ? എന്നാ നീ അത് ജാട കാണിക്കണം എന്തിന്? എന്നാ കഴി. ദിയക്കാ ദിയ ഡയറ്റ്. ഫുഡ് അടി കഴിഞ്ഞു. ഇനി ചിയേഴ്സ്. പായസം ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എന്നിങ്ങനെ പറ. സൂപ്പർ അല്ലെങ്കിലും ഉറച്ച് പറ. 1 2 3. ആ സൂപ്പർ അല്ലെങ്കിലും ഇരിക്കട്ടെ. ഗൗതമിന് പായസം വേണ്ടാന്ന് അവള് കുടിക്കൂലേ? അപ്പം വേണ്ടേ കുടിക്കണ്ട. ബാക്കി എല്ലാവരും കുടി. അത് കുടിയടാ. എന്നിട്ട് അതെങ്ങനെ ഉണ്ടെന്ന് പറ. ഇത് ഒരു സ്പെഷ്യൽ കൂട്ടൊക്കെ ചേർത്തുണ്ടാക്കിയ പായസമാണ്. കൊള്ളാമോ? അങ്ങനെ ഉണ്ടാ? പിള്ളേരുടെ ചോദിച്ചിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അവർ കൊള്ളാമെന്നേ പറയുള്ളൂ. അത് വേറെ കാര്യം. പിന്നെ ഇതിലെനിക്ക് വിശ്വാസമുണ്ട്. കാരണം അതിൽ വേറെ നമ്മളല്ലല്ലോ ചെയ്യുന്നത്. ആരാണ്ട് ചെയ്ത് അയക്കുന്ന സാധനം നമ്മൾ പാലൊഴിച്ചെടുക്കുന്നു എന്നല്ലേ ഉള്ളൂ. അപ്പം ഈ പായസം ആൻറ്റി കുടിക്കാം. ഗൗതുവിന് വേണ്ടി ഞാൻ കുടിക്കണം. വേദ ഹാപ്പിയാണല്ലോ. ഇനി ഇപ്പോഴൊന്നും ഇല്ല കേട്ടാ. എല്ലാ ആഴ്ചയിലും ഉണ്ടായിരുന്നോ. അപ്പം വേദയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ഡിന്നർ ഒരുക്കിയത്. പിള്ളേരെ കൊണ്ട് ഞാൻ സൂപ്പറെന്ന് പറയിപ്പിച്ചു. അതാണ് എൻ്റെ ഒരു വേല കേട്ടോ.
എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് എൻഡ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവരും പറ 1 2 3 ടാറ്റാ.